ക്വസ്റ്റ്യൻ കോഡ് 108/2024. ഇത് മലബാർ ദേവസ്വം ബോർഡ് LDCക്ക് ഇന്ന് നടന്ന എക്സാമാണ്. ഞായറാഴ്ച 23/6/2024. ഇതിൽ 60 GK ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഈ വർഷം വരാൻ പോകുന്ന LDCക്കും LGSനൊക്കെ പ്രയോജനം ചെയ്യും. ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധിയാണ്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി സുകന്യ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പെൺകുട്ടികൾ. ഓപ്ഷൻ എ ആണ് ആൻസർ, പെൺകുട്ടികൾ. ഇനി ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം? ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം ആൻസർ ഡി ആണ്, 2013. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി ഏത്? വിമുക്തി, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്ക് വേണ്ടി ആരംഭിച്ചതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ട്രാൻസ്ജെൻഡർ, ഓപ്ഷൻ സി ആണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? തമിഴ്നാടാണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ? ഓപ്ഷൻ ബി ആണ് ആൻസർ, പി സതീദേവി. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ? ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏത്? ഓപ്ഷൻ ബി ആണ് എൻ്റെ ആൻസർ, ഡിസ്കവറി. ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഡിസ്കവറി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ ഡി, ആര്യഭട്ട. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ഓപ്ഷൻ സി ആണ്, അറിയാമല്ലോ എല്ലാവർക്കും, 7ാമത്തെ സ്ഥാനമാണ്. കേരളത്തിൽ മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മംഗളവനം കൊച്ചിയിൽ അല്ലേ, കൊച്ചി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി, നിലമ്പൂർ. സിമ്പിൾ. ഇന്ത്യയിൽ വിവരസാങ്കേതിക വിദ്യാ നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ, 2000 വിവരസാങ്കേതിക വിദ്യാഭ്യാസ നിയമം പാസാക്കിയത്. ഇനി സമത്വ സമാജം സ്ഥാപിച്ച ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ച വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? ഓപ്ഷൻ ബി, 1888. കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1. ഓപ്ഷൻ എ കിടപ്പുണ്ട് അവിടെ. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതാര്? ജാതിക്കുമ്മി എഴുതിയതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓപ്ഷൻ സി, പണ്ഡിറ്റ് കറുപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? കേളപ്പൻ. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത്? ഏപ്രിൽ 24. ഓപ്ഷൻ സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? 21 വയസ്സ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഓപ്ഷൻ ഡി. കേരള ലളിതകല അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ലളിതകല അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, തൃശ്ശൂർ കേട്ടോ. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്? 10 വർഷത്തിലൊരിക്കലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. ഓപ്ഷൻ സി. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ബി. ഇനി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? എവറസ്റ്റ് കീഴടക്കിയത്? ബജേന്ദ്രി പാൽ. ഓപ്ഷൻ എ ആണ്.
ലോക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ നോക്കി നന്നായിട്ട്. റോബർട്ട് ഓവൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്സിജന്റെ അളവ് 21%. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഹെൻറി ഡ്യൂനാൻറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏഷ്യൻ ഡെവലപ്പ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മനില. ഓപ്ഷൻ സി. ഏഷ്യൻ ഡെവലപ്പ് ബാങ്കിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ സി ആണ്, മനില. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ഓപ്ഷൻ ബി. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാണ്? എം.എൻ. ഗോവിന്ദൻ നായർ. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഓപ്ഷൻ സി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? പ്രതിഭ പാട്ടീൽ. ഓപ്ഷൻ ബി. കേരളത്തിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതാര്? അയ്യങ്കാളി. ഓപ്ഷൻ സി. അയ്യങ്കാളിയാണ് ആൻസർ. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ ആരാ? എന്ത് ചോദ്യമല്ലേ. മാർക്ക് സുക്കർബർഗ്. ഓപ്ഷൻ എ ആണ് ആൻസർ. മാർക്ക് സുക്കർബർഗ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കയ്യൂർ സമരം നടന്നത് കാസർഗോഡ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മിസോറാമിൻ്റെ തലസ്ഥാനം ഐസ്വാൾ. ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്? രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ഏത് വകുപ്പ് പ്രകാരമാണ്? 356 വകുപ്പ് പ്രകാരമാണ്. ഇനി രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. ഓപ്ഷൻ എ ആണ്. പ്രവാസം എന്ന കൃതി രചിച്ചതാര്? ആരാണ്? എം മുകുന്ദൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യൻ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാ? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ഓപ്ഷൻ സി. ലോക ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? ഓപ്ഷൻ എ. 1970 മുതൽ. ഇനി 2022 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 ആനി എർണോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര പേരാണ് ഒരു ബേസ്ബോൾ ടീമിൽ? 9 പേരാണ് ഒരു ബേസ്ബോൾ ടീമിൽ കളിക്കാരുടെ എണ്ണം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ. ദേശീയ കായിക ദിനം എന്നാ? ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് വ്ളാഡിമിർ സെലൻസ്കി? ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? ഉക്രൈൻ്റെ പ്രസിഡൻ്റാണ് വ്ളാഡിമിർ സെലൻസ്കി. ഇനി ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ഓപ്ഷൻ ബി. ജി.വി. മാവലങ്കാർ. ഓപ്ഷൻ ബി. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ഓപ്ഷൻ എ ആണ് ആൻസർ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ ഡി. അടുത്തത് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കാണ്. ഇന്ത്യൻ വംശജനാണ്. UN സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി 5 വർഷം. ഓപ്ഷൻ എ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവയിലാണ്. ഓപ്ഷൻ സി ആണ്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1961. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എത്ര ഉണ്ട്? 6. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ച് തുടങ്ങാനുള്ള പ്രായം എത്രയാണ്? 18 വയസ്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ എ ആണ് ആൻസർ. 60 ക്വസ്റ്റ്യൻ ഉണ്ട്. LGS മോഡലാണ്. ഉറപ്പായിട്ടും എല്ലാം കിട്ടും നിങ്ങളെപ്പോൾ ഉള്ളവർ പഠിച്ചാൽ. 60 മേടിക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കുക, റിവിഷനായിട്ട് എടുത്താൽ മതി.